ഒന്ന്, എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഈ കിട്ടിയ പവർ ഉപയോഗിക്കാത്തത്? എന്താണ് കാരണം? എന്താണ് ഇതിൻ്റെ പൊളിറ്റിക്കൽ രാഷ്ട്രീയ കാരണം? അവർക്ക് പവറുണ്ട്, അവർ ഒറ്റപ്പാലത്ത് ഉപയോഗിക്കുന്നുണ്ട്, ചില മുനിസിപ്പാലിറ്റീസിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് നിലമ്പൂരിൻ്റെ മലയോര ജനങ്ങൾക്ക് വേണ്ടി ഈ പ്രശ്നം അവർ പരിഹരിക്കാത്തത്? അത് ആദ്യത്തെ പ്രശ്നം. രണ്ടാമത്തത്, പിന്നെ സംസ്ഥാന സർക്കാരാണല്ലോ 9 കൊല്ലമായിട്ട് അവിടെ സർക്കാരല്ലേ ഭരിക്കുന്നത്. അപ്പോൾ അത് ആദ്യത്തെ ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഈ കോൺഗ്രസ് ആണല്ലോ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടി. ഇത് എന്തുകൊണ്ടാണ് ഈ ഇലക്ഷൻ സമയത്ത് മാത്രം കോൺഗ്രസ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? 9 കൊല്ലം പ്രതിപക്ഷത്തിൽ ഇരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? വയനാടിൻ്റെ MP അല്ലേ കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി, ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും. അവരെന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊന്നും പറയാത്തത്? അപ്പോൾ കോൺഗ്രസ് ഇതിൻ്റെ ഒരു മിസ്റ്ററി. കോൺഗ്രസ് MP 2022 എഴുതിയ ഒരു ലെറ്റർ, ഇതാണോ കോൺഗ്രസിൻ്റെ ഒരു പൊസിഷൻ? ഈ വന്യമൃഗം ശല്യത്തിനെ കുറിച്ച്, ഈ ഇഷ്യൂ, ഈ പ്രശ്നത്തിനെ കുറിച്ച് കോൺഗ്രസ് എന്താണ് ഇതുവരെ 9 കൊല്ലമായിട്ട് ഒന്നും ചെയ്യാത്തത്? അവരുടെ MP എന്തുകൊണ്ടാണ് ഇന്നും ഒന്നും പറയാത്തത്? പ്രിയങ്ക ഗാന്ധി വാഡ്ര അല്ലേ MP, രാഹുൽ ഗാന്ധി അല്ലേ ഒരു മുൻ MP, എന്താണ് പറയാത്തത്? മൂന്നാമത്തെ പ്രശ്നം, ഇന്ന് നമ്മൾ 2025 ജീവിക്കുന്നത്. ഇതാണ് നമ്മുടെ സമയം. 2025 ആണ്. ഈ വികസിത ഭാരതവും വികസനവും എത്രയോ തൊഴിലും അവസരങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഈ സ്ഥിതിയാണോ? ഇലക്ട്രിസിറ്റി എടുത്തിട്ട് കാട്ടുപന്നീനെ കൊന്ന് ജീവിക്കുന്ന ഒരു സ്ഥിതിയാണോ നിലമ്പൂരിൽ നമുക്ക് ഉണ്ടാക്കേണ്ടത്? 9 കൊല്ലം കഴിഞ്ഞിട്ട് ജീവിക്കാൻ ഇതേ മാർഗമേ ഉള്ളൂ. അവിടെ തൊഴിലോ അവിടെ എന്തെങ്കിലും ചെയ്യാനൊരു അവസരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതാണ് ചെയ്യുന്നത്. അതുകൊണ്ട് 3 കാര്യങ്ങൾ ഞാൻ മുമ്പോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു, പ്രശ്നങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെന്താണ് അത് ഞാൻ മനസ്സിലാക്കുന്നത്, അത് കൊന്നിട്ട് അത് വിൽക്കാനല്ല അവർ നടക്കുന്നത്. അത് ഇല്ലീഗലാണ്. അത് ഭൂപേന്ദ്ര യാദവ്ജിയും പറഞ്ഞു, ഇങ്ങനെ ഹൈ ഇലക്ട്രിസിറ്റി കൊണ്ട് കൊല്ലുന്നത് അത് ഇല്ലീഗലാണ്. അതിന് സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നുമില്ല. ഇവർക്ക് ഒരു മാർഗവുമില്ല ജീവിക്കാൻ. ഇങ്ങനൊരു സ്ഥിതിയാക്കി വെച്ചത് ആരാണ്? സംസ്ഥാന സർക്കാരിന് 9 കൊല്ലം. എന്നിട്ടാണ് ആഘോഷിക്കാൻ പോകുന്നത്, എന്നിട്ടാണ് പറയുന്നത് തുടരുന്ന്. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത്, ഈ 2 പാർട്ടിയും നിലമ്പൂരിൽ വന്ന് ഇന്ന് നിലമ്പൂർ തിളങ്ങും, നിലമ്പൂർ തുടരും എന്ന് പറയുമ്പോൾ ഇത് ഒരു ബേസിക് ഇഷ്യൂ ആയിട്ടാണ് ഞാൻ മുമ്പോട്ട് വയ്ക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു നെഗ്ലിജൻസ്? എന്തിനാണ് ഇവർ ഒന്നും ചെയ്യാത്തത്? നീതിയിലുള്ള പവറും നീതിയിലുള്ള ടൂൾസും എന്തുകൊണ്ട് അത് ഉപയോഗിച്ചിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തത് എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ചോദിക്കാണോ? ഓക്കെ, ഉള്ള നിയമത്തിൽ പവർ ഉണ്ടാകുമ്പോൾ എന്താണ് ഒരു സ്ഥലത്ത് ഉപയോഗിക്കുന്നത്, ഒരു സ്ഥലത്ത് ഉപയോഗിക്കാത്തത്? ഇതവർ ചെയ്യുന്നുണ്ടല്ലോ. ഒറ്റപ്പാലത്ത് ചെയ്തിട്ടുണ്ടല്ലോ. മുനിസിപ്പാലിറ്റിക്ക് പവർ കൊടുത്തിട്ടുണ്ടല്ലോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇതിപ്പോൾ ഞാൻ കാട്ടുപന്നിയല്ലേ, അത് ഷെഡ്യൂൾ 2 ആണ്. അല്ലേ, നമ്മൾ ഈ ഇഷ്യൂവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അല്ല, ഞാൻ പറയുന്നത് അവർ പരാജയം എന്നല്ല പറയുന്നത്, അവർക്ക് ചെയ്യാൻ ഒരു താല്പര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ശരിക്കൊരു അക്യൂസേഷനാണ് ഇത്, നെഗ്ലിജൻസ് ആണ്. ഇതേ സംസ്ഥാന സർക്കാർ ഒരു മുനിസിപ്പാലിറ്റി ചെയ്യുമ്പോൾ മറ്റേ ഗ്രാമപഞ്ചായത്തിൽ എന്താണ് ചെയ്യാത്തത്? അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യാൻ അവർക്ക് പവറുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് പഞ്ചായത്തിന് ഡിവോൾവ് ചെയ്യാൻ ലോയിൽ ഒരു പവറുണ്ട്. അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല?